ചായ വന്ന് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സമയം പോയത്. എന്തായാലും തുടങ്ങിക്കഴിയുമ്പോൾ ചായ കുടിക്കാൻ പോകേണ്ടി വരും. അപ്പൊ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് എവിടം വരെയായിരുന്നു? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എല്ലാം പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ പറഞ്ഞില്ല, കുറച്ചൊക്കെയായി. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ നമുക്ക് ഏറ്റവും സുപ്രധാനമായും നിർവഹിക്കുവാനുള്ളത് എന്തുവാണ്? മോക്ക് പോളാണ്. അപ്പൊ ആ മോക്ക് പോളിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതിന് മുൻപ്, അല്ല അതിന് മുൻപില്ലേ? ആ എന്തുവാ പറയുന്ന? എന്തുവാ എന്ന് പറയുന്നത്? എന്തുവാ? അപ്പൊ മോക്ക് പോൾ ചെയ്യണം. അപ്പൊ ചില പ്രിസൈഡിങ് പോളിംഗ് ഓഫീസർമാരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ അല്പം താമസിച്ചു പോയി രാവിലെ, കാരണം തലേ ദിവസം സാറ് പറഞ്ഞ ഒരുപാട് ഫോംസ് ഒക്കെ എഴുതിയൊക്കെ വെച്ച്, പിന്നെ അവിടെ നമ്മുടെ നാട്ടിലെ കണക്ക് കൊതുകുകളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മുടെ ഉറക്കം അത്ര ശരിയായില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് താമസിച്ച് എഴുന്നേറ്റ് ഇനി സമയമില്ല, 7 മണിയാകാൻ പോണ്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യും? പറയാൻ പറ്റുമോ മോക്ക് പോൾ വേണ്ടാന്ന്? മോക്ക് പോൾ ചെയ്തേ പറ്റത്തുള്ളൂ. ആ മോക്ക് പോളിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. മോക്ക് പോളിന്റെ സമയം എപ്പോഴാ പറയുന്ന? രാവിലെ 6 മണി. പിന്നെയോ 6 മണിക്ക് ആരംഭിക്കണം. അപ്പൊ തലേ ദിവസം നമ്മൾ ആര് വരുമ്പോൾ പറയണം? ഏജന്റുമാർ നമ്മളെ കാണാൻ വേണ്ടി വരുമല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ ഏജന്റുമാർക്കുള്ള പാസ് ഇഷ്യൂ ചെയ്യണം, ഇല്ലേ? പാസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി അവർ ഫോം നമ്പർ 10-ൽ ഈ ഏജന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയുടെ ഒരു ലെറ്റർ ഫോൺ നമ്പർ 10-ൽ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മുഖ്യ ചീഫ് ഏജന്റ് എന്ന് പറഞ്ഞ ആള് ഇന്ന ആളുകളെ ഞങ്ങളുടെ ഏജന്റുമാരായി നിയമിച്ചതായിട്ട് ഫോൺ നമ്പർ 10 കൊണ്ട് നമുക്ക് തരും. അപ്പൊ അതിനകത്തെല്ലാം കാര്യങ്ങളുണ്ടാകും. പക്ഷെ കൊണ്ടുതരുന്ന ആ ഫോൺ നമ്പർ 10-ലെ ഒപ്പം നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് എന്താ മാർഗം? സ്പെസിമെൻ സിഗ്നേച്ചർ തന്നിട്ടുണ്ടാകും. ആ സ്പെസിമെൻ സിഗ്നേച്ചർ വെച്ചിട്ട് നമ്മൾ ഏജന്റുമാർക്ക് പാസ് ഇഷ്യൂ ചെയ്യും. പാസിന്റെ ഫോം ഒക്കെ നമ്മുടെ ബുക്കിൽ ഉണ്ടാകും. ഒരു പാസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരെണ്ണത്തിലൂടെ മറ്റു 2 പേർക്ക് കൂടി എൻട്രി ആവും. ഒരാൾ പുറത്തോട്ട് പോകുമ്പോൾ മറ്റുള്ള ആൾക്ക് കയറാം. അങ്ങനെ ഏജന്റുമാർ വന്ന് നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നാളെ രാവിലെ 6 മണിക്ക് തന്നെ നമുക്ക് എന്താരംഭിക്കണം? മോക്ക് പോൾ ആരംഭിക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ എത്തിച്ചേരണം എന്ന് നമ്മൾ അറിയിക്കണം. അങ്ങനെ അവർ ആരെങ്കിലും എത്തിച്ചേർന്നില്ല എങ്കിലും 6 മണിയായി, 6:10 എന്ത് ചെയ്യും? നമുക്ക് തുടങ്ങാം. അവർ വന്നില്ലെങ്കിലും പ്രിസൈഡിങ് ഓഫീസർ ഉണ്ട്, കൂടെ 3 പോളിംഗ് ഓഫീസർമാരുണ്ട്. അവരൊരുമിച്ച് തുടങ്ങി അങ്ങ് തീരാറായപ്പോഴാണ് അവർ വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നുതൊട്ട് തുടങ്ങണം, ആദ്യം മുതൽ തുടങ്ങണം? വേണ്ട, അവർ വന്നത് നമ്മളുമായിട്ട് ചേരുക. അങ്ങനെ നമ്മൾ മോക്ക് പോൾ നടത്തുക. മോക്ക് പോളിനെ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചുകൊണ്ട് ഇതിന് ശേഷമുള്ള സെഷനിൽ പറഞ്ഞു തരും. മോക്ക് പോളിനെ കുറിച്ച് അത്രയും നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കൂടി ഉണ്ട് കേട്ടോ മോക്ക് പോളിനെ കുറിച്ച് പറയാൻ. ചായ കുടിക്കാൻ വിടാനുള്ള എൻ്റെ താല്പര്യമാണ് അവിടെ വന്ന് നിർത്താൻ പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? EVM എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ബാലറ്റ് യൂണിറ്റ് ഉണ്ട്. കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന? ഇത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോന്ന് തരത്തുള്ളൂ. ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. ഒരു കൺട്രോൾ യൂണിറ്റും തരും, ഒരു ബാലറ്റ് യൂണിറ്റും തരും. അങ്ങനെ ആ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം. അത് പഠിപ്പിക്കും, കണക്ട് ചെയ്യണം. പിന്നെയോ മോക്ക് പോളിന് വേണ്ടി എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഓരോ വോട്ട് വീതം ചെയ്യണം. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുണ്ടെങ്കിൽ അവരോട് പറയാം, ഇന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്തോ,
ഇന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്തോ. ചില സ്ഥാനാർത്ഥികൾ ഏജന്റുമാരില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടാകും. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ വോട്ട് ചെയ്യുന്നു. അങ്ങനെ 5 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ 5 സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മോക്ക് പോൾ ഒന്ന് അവസാനിപ്പിക്കണം. മോക്ക് പോൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉറക്ക കണ്ടില്ലേ ഉറക്കം പറയുന്നത്. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. അവിടെ ഒരു സാർ എന്താണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്? എന്തെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യണം. സാറ് നേരെ എന്തെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യണം. അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ എൻഡ് ബട്ടൺ അമർത്തിക്കൊണ്ട് മോക്ക് പോൾ അവസാനിപ്പിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് ഒന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ കൊടുത്ത വോട്ടിനനുസരിച്ച് തന്നെയാണോ റിസൾട്ട് വരുന്നതെന്ന് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത മോക്ക് പോളിലെ മുഴുവൻ വോട്ടും ഡിലീറ്റ് ആയി പോകണം. എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ, റിയൽ പോൾ നടത്തുന്നതിന് വേണ്ടി മെഷീൻ സീൽ ചെയ്ത് സെറ്റ് ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒരു പ്രഖ്യാപനം നടത്തണം, ഒരു ഡിക്ലറേഷൻ. അത് നമുക്ക് അതിന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ടാകും. ഡിക്ലറേഷൻ 1 ഉണ്ടാകും, ഡിക്ലറേഷൻ 2 ഉണ്ടാകും, ഡിക്ലറേഷൻ 3 ഉണ്ട് അല്ലെ? അങ്ങനെയല്ലേ പഴയ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുള്ളത്? അങ്ങനെ ആ ഡിക്ലറേഷൻ ഉറക്കെ വായിച്ചുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. എത്ര മണിക്കാ? 7 മണിക്ക്. അതിനിടയിൽ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. എന്തുവാണ്? EVM സീലിംഗ്. EVM സീൽ ചെയ്തിട്ടാണ് നമ്മൾ റിയൽ പോള് ആരംഭിക്കുന്നത്. അപ്പം 7 മണിക്ക് മുൻപ് തന്നെ നമ്മളത് ചെയ്തിരിക്കണം. കൺട്രോൾ യൂണിറ്റ് മാത്രം സീൽ ചെയ്താൽ മതി. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുക എന്നുള്ളത് പെട്ടിക്കകത്ത് വെച്ച് സീൽ ചെയ്യുക എന്നുള്ളതല്ല. അതിനൊരു പോർഷൻ ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷന്റെ പേരെന്താ? റിസൾട്ട് സെക്ഷൻ എന്ന് പറഞ്ഞ ആ സെക്ഷനാണ് സീൽ ചെയ്യേണ്ടത്. അങ്ങനെ റിസൾട്ട് സെക്ഷൻ സീൽ ചെയ്തിട്ടായിരിക്കണം നമ്മൾ റിയൽ പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതേസമയം ബാലറ്റ് യൂണിറ്റിൽ ഒരു സീലിംഗും ഇല്ല. ബാലറ്റ് യൂണിറ്റിൽ ഒരു സീലിംഗും ഇല്ല. കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷൻ മാത്രമാണ് 4 സീലുകൾ ഉപയോഗിച്ചുകൊണ്ട് സീൽ ചെയ്യുന്നത്. 1 ഗ്രീൻ പേപ്പർ സീല്, 2 സ്പെഷ്യൽ ടാഗ്, 3 മൂന്നാമത് ABCD സ്ട്രിപ്പ് സീല്, 4 അഡ്രസ് ടാഗ്. അങ്ങനെ 4 സീലുകൾ ഉപയോഗിച്ചുകൊണ്ട് പക്കായിട്ട് സീൽ ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ റിയൽ പോള് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് ചായ കുടിച്ചിട്ട് പറയാം.